തൃശൂർ പൂരത്തിന് വിളംബരം കുറിച്ച് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുരനട തുറന്നത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നാളെ 36 മണിക്കൂർ നീളുന്ന മതിവര കാഴ്ചകൾക്കായി പൂരനഗരി ഒരുങ്ങി. പൂരനഗരിയിൽ കരിവീരന്മാർ അണിനിരന്നു. ആനക്കുളിയും ആനകളുടെ കുസൃതിയും കണ്ട് മനം കവർന്ന് ആനപ്രേമികൾ. പൂരച്ചമയം കാണാൻ വൻ തിരക്ക്. തൃശൂർ പൂരത്തിന് ഇത്തവണ വിപുലമായ സുരക്ഷാ സന്നാഹം. 350ഓളം CCTV ക്യാമറകൾ പൂരനഗരിയിലും പരിസര പ്രദേശങ്ങളിലുമായി സ്ഥാപിച്ചു. സുരക്ഷിതമായ ദൂരപരിധി പാലിച്ചുകൊണ്ട് വെടിക്കെട്ട് വീക്ഷിക്കുന്നതിന് കൂടുതൽ സൗകര്യം. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘടനത്തിൽ കലാശിച്ചു. ഒരാൾക്ക് മർദ്ദനമേറ്റു. വകുപ്പ് തല അന്വേഷണം തുടങ്ങി. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ വസ്ത്രശാലയുടെ ചുമർ തുരന്ന് മോഷണം. സമീപത്തെ ജ്വല്ലറിയുടെ ചുമർ തുരന്ന നിലയിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പൂരങ്ങളുടെ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. ആർപ്പുവിളികളും ആരവങ്ങളും ഉയർന്ന മുഹൂർത്തത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുരനട തുറന്നത്. ഭക്തിക്കൊപ്പം പൂരാവേശവും നിറച്ചുകൊണ്ടായിരുന്നു 36 മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നത്. പൂരദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവഗുരുവായ കണിമംഗലം ശാസ്താവിനും മറ്റ് ദേവീദേവന്മാർക്കും വേണ്ടിയാണ് ദേവിയുടെ പൂരത്തലേന്നുള്ള തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങ്. രാവിലെ വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷം നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ പൂരനഗരിയിലെത്തി. തുടർന്ന് മണികണ്ഠനാലിൽ കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ മേളത്തിന് ശേഷം നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥന്റെ ശ്രീമൂല സ്ഥാനത്തേക്ക്. പിന്നെ നിലപാട് തറയിൽ നെയ്തലക്കാവിലമ്മ കയറി നിന്നതോടെ തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് 3 തവണ മാരാർ ശംഖനാഥം മുഴക്കി. തുടർന്ന് പടിഞ്ഞാറേ ഗോപുരനട വഴി വടക്കുന്നാഥലിൽ പ്രവേശിച്ച ശേഷം കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ കഴിഞ്ഞ് തെക്കേ ഗോപുരനട ഭഗവതി തുറന്നു. ചടങ്ങിന് മുന്നോടിയായി തടിച്ചുകൂടിയ പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും കണ്ണും മനസ്സും നിറച്ച് എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയ്ക്ക് വേണ്ടി തെക്കേ ഗോപുരനട ഇത്തവണയും തുറന്നത്. മണിക്കൂറുകൾക്ക് മുമ്പേ അക്ഷമരായി കാത്തുനിന്നിരുന്ന ജനക്കൂട്ടം ഏറെ ആവേശത്തോടെയും ആരവങ്ങളോടെയും ആർപ്പുവിളികളോടെയുമാണ് നെയ്തലക്കാവിലമ്മയെയും കൊമ്പൻ ശിവകുമാറിനെയും വരവേറ്റത്. സ്ത്രീകളും കുട്ടികളും വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരടക്കം വൻ ജനാവലിയാണ് തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങിന് സാക്ഷികളായതും. ശിവകുമാർ തലയെടുപ്പോടെ തുമ്പിക്കൈ ഉയർത്തി പ്രണാമമർപ്പിച്ചപ്പോൾ ജനങ്ങൾ ഹർഷാരവങ്ങൾ മുഴക്കി. തുടർന്ന് മേളം കൊട്ടിക്കലാശിച്ച ശേഷം ദേവി വീണ്ടും നിലപാട് തറയിൽ കയറി നിന്ന് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി. തൃശൂർ പൂരത്തിനും മഹാശിവരാത്രിക്കും മാത്രമാണ് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനട തുറക്കുന്നത്. പ്രശസ്തമായ തെക്കോട്ടിറക്കവും കുടമാറ്റവും അരങ്ങേറുന്നതും തെക്കേ ഗോപുരനടയിലാണ്. തെക്കേ ഗോപുരനട തുറക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലും ക്യാമറ കണ്ണുകളിലുമായി ഒപ്പിയെടുക്കാൻ ജനം മത്സരിച്ചു. കൊമ്പൻ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നതോടെ 36 മണിക്കൂർ നീളുന്ന പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായി. പൂരദിവസം വടക്കുന്നാഥന് കണി എന്ന പോലെ കണിമംഗല ശാസ്താവാണ് 7:30 വെളുപ്പിന് ആദ്യം വടക്കുന്നാഥനിലെത്തുക. ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. ഒരു വർഷത്തെ ഒരു
നാളെ രാവിലെ 6 മുതൽ TCVയുടെ തത്സമയ സംപ്രേഷണം ആരംഭിക്കും. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ഉൾപ്പെടെ ഘടകപൂരങ്ങളുടെ വരവും തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്ക് എഴുന്നള്ളിപ്പും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും. പൂരപ്പിറ്റേന്ന് ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലലിനും ശേഷമുള്ള വെടിക്കെട്ടും ഉൾപ്പെടെ പൂരം മുഴുവനായും TCV തത്സമയം സംപ്രേഷണം ചെയ്യും. TCVയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് പൂരം തത്സമയം കാണാനാകും. തൃശൂർ പൂര ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 11 പുതിയ വാഹനങ്ങൾ സജ്ജമായി. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. തൃശൂർ പൂരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഓഫീസുകൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ സന്ദർശിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില, സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, ട്രഷറർ ഷൈൻ തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ ബൊക്കെ നൽകി ആശംസകൾ നേർന്നു. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 6 മണി മുതൽ ബുധനാഴ്ച പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിൽ പൂരം അവസാനിക്കുന്നതുവരെ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. സ്വകാര്യ വാഹനങ്ങൾക്ക് റൌണ്ടിന്റെ ഔട്ടർ റിംഗ് റോഡ് വരെ മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ. നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ നമ്പറും തിരിച്ചറിയൽ രേഖയും കരുതേണ്ടതാണ്. കൗതുക കാഴ്ചയായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരുടെ ആന പ്രദർശനം. തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകൾ തൃശൂർ CMS സ്കൂളിന് മുന്നിലും പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകൾ പാറമേക്കാവ് ക്ഷേത്രത്തിന് പുറകുവശത്തുമാണ് അണിനിരന്നത്. ചമയങ്ങൾ അണിയുന്നതിന് മുൻപ് പൊതുജനങ്ങൾക്ക് കരിവീരച്ചന്തം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നതാണ് പൂരത്തലേന്നുള്ള ആന പ്രദർശനം. ആനക്കുളിയും ആനകളുടെ കുസൃതികളുമെല്ലാം കുരുന്നുകളുടെയും മുതിർന്നവരുടെയും മനം കവർന്നു. പാറമേക്കാവിന് വേണ്ടി തിടംപെറ്റുന്ന ഗുരുവായൂർ നന്ദൻ, പാറമേക്കാവ് കാശിനാഥൻ, എറണാകുളം ശിവകുമാർ, തിരുവമ്പാടിക്ക് വേണ്ടി തിടംപെറ്റുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തിരുവമ്പാടി കണ്ണൻ, കുട്ടൻകുളങ്ങര അർജുനൻ അടക്കമുള്ള ആനകളെ കാണാൻ പൂരപ്രേമികളും ആനപ്രേമികളും അടക്കം നിരവധി പേരാണ് എത്തിയത്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയപ്രദർശനം കാണാൻ തിരക്കേറി. ഇന്നലെ തുടങ്ങിയ ചമയപ്രദർശനം കാണാൻ ഇന്നും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പാറമേക്കാവിന്റെ ചമയപ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ ചമയപ്രദർശനം കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത്. രാത്രിയാകുന്നതോടെ തിരക്ക് 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിച്ച് പൊതുജനങ്ങൾക്ക് പ്രദർശനം സുഗമമായി കാണുവാനുള്ള സജ്ജീകരണങ്ങൾ ദേവസ്വം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി വരെ കാണികൾക്ക് ചമയപ്രദർശനം ആസ്വദിക്കാനാകും. ഇത്തവണത്തെ തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി നടത്തുമെന്നും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും 20 ലക്ഷത്തോളം ആളുകൾ പൂരത്തിന് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രിമാരായ അഡ്വക്കേറ്റ് K രാജൻ, VN വാസവൻ, ഡോക്ടർ R ബിന്ദു, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു. തൃശ്ശൂർ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനക്കൂട്ടത്തെയാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 14 ലക്ഷം വരെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 18 ലക്ഷം കവയും ഇത്തവണ എന്നാണ് ഇൻ്റലിജൻസ് കണക്കുകൾ. ഏറ്റവും ഗംഭീരമായ സുരക്ഷ. പക്ഷേ ഒരു വിധത്തിലുള്ള ജനങ്ങളെ തടുക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ ഏറ്റവും ശക്തമായിട്ടുള്ള സുരക്ഷ. ജീവിതത്തിൻ്റെ എല്ലാ ചെറു അണുവിലും പൂരം മാത്രം കരുതി സൂക്ഷിക്കുന്നൊരു ജനത. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള എല്ലാ ഫ്ലൈറ്റുകളും വരുന്നത് ഒറ്റ ലക്ഷ്യത്തിലേക്കാണ്: തൃശ്ശൂർ പൂരം കാണുക, കേൾക്കുക, അനുഭവിക്കുക. ആളുകൾ ചോദിക്കുന്നുണ്ട്, ചൂടായാൽ മഴയായാലും ഒരു പ്രശ്നമില്ല, ചൂടില്ലെങ്കിൽ പൂരമില്ല, മഴയില്ലെങ്കിലും പൂരമില്ല. ഇങ്ങനെ വിയർത്ത് കുളിച്ച് അലഞ്ഞ് ഒഴുകി വിശന്ന് കിട്ടുന്നത് കുടിച്ച്
തൃശ്ശൂർ അടിപൊളി പൂരമായിരിക്കും, ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇതിനോടകം തന്നെ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും ഇന്നലെ കൂടി അവലോകനം ചെയ്തു. ഇതുവരെയുള്ള നീക്കങ്ങൾ കൊടിയേറ്റ് മുതൽ ഇന്നലെ നടന്ന സാമ്പിൾ വെടിക്കെട്ട് വരെയുള്ള സന്ദർഭങ്ങളെടുത്താൽ ഒരു കുറ്റവും കുറവും കൂടാതെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ തെക്കേ നട തുറന്നു, എഴുന്നള്ളത്ത് വന്നു, ഇവിടെ വന്നു, ഇപ്പോൾ പൂര വിളംബരം നടന്നു. ഇനി തുടർന്ന് നാളെ രാവിലെ ചെറുപൂരങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് എത്തിച്ചേരും. ഏതാണ്ട് ഉച്ച കഴിയുന്നതോടുകൂടി എലഞ്ഞിത്രമേളം ആരംഭിക്കും. അതിനുശേഷം കുടമാറ്റം, പിന്നീട് വെടിക്കെട്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിനോടകം തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. മാസങ്ങളോളം ആയിരക്കണക്കിന് മനുഷ്യർ പ്രയത്നിച്ചിട്ടാണ് ഈ പൂരത്തിൻ്റെ ഓരോ ചെറു വിശദാംശങ്ങളും വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആന്തരികമായ അച്ചടക്കം എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഉണ്ട് പൂരത്തിന് എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ വന്നു ചേരുന്നത് ഈ പൂരം ആസ്വദിക്കാനാണ്. അതുപോലെ ഈ ഏറ്റവും അനുപമമായിട്ടുള്ള ലയതാള സമന്വയം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ താളത്തിൽ കൈ പൊക്കി അതിൽ അണിചേരാണ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ കേരളത്തിലെമ്പാടും നിന്നും വരുന്നു, പുറത്തുനിന്നും വരുന്നു. ഇപ്പോൾ വരുന്ന ആളുകളുടെ എണ്ണം ഓരോ വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. എല്ലാ ഒരുക്കങ്ങളുമാണ് ഇന്ന് ജനസഹസ്രങ്ങൾ ഇന്ന് തൃശ്ശൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന സാമ്പിൾ വെടിക്കെട്ട് അക്ഷരാർത്ഥത്തിൽ ഒരു പൂരം വെടിക്കെട്ടായിരുന്നു. ആ സാമ്പിൾ വെടിക്കെട്ടിനെ സംബന്ധിച്ച് കണ്ടവരും കേട്ടറിഞ്ഞവരും ഇന്ന് പൂരനഗരിയിലേക്ക് ഒഴുകുകയാണ്. ഇത് കാണിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വർദ്ധിതമായ തോതിൽ ജനങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ പൂരാഘോഷത്തിന് വേണ്ടി എത്തിച്ചേരും. തൃശൂർ പൂരത്തിന് 4000 പോലീസ് ഉദ്യോഗസ്ഥരുടെ വിപുലമായ സുരക്ഷാ സന്നാഹം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ NDRF, തണ്ടർബോൾട്ട്, കമാൻഡോസ് എന്നിവരുടെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് സുരക്ഷിതമായ ദൂരപരിധി പാലിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് വീക്ഷിക്കുന്നതിന് കൂടുതൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. സമയകൃത്യതയ്ക്കായി ഘടകപൂരങ്ങൾക്കൊപ്പം നിലവിലുള്ള ഡ്യൂട്ടിക്കാർ കൂടാതെ ഓരോ ലൈസൺ ഓഫീസർമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും 350ഓളം CCTV ക്യാമറകൾ പൂരനഗരിയിലും പരിസര പ്രദേശങ്ങളിലുമായി സ്ഥാപിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലായി സെർച്ച് ഓപ്പറേഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത്യാഹിത ഘട്ടങ്ങളിൽ ആശുപത്രികളിലായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നഗരത്തിലെ 8 ആശുപത്രികളിൽ പോലീസ് എയ്ഡ് സേവനവും ഉണ്ടാകും. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘടനത്തിൽ കലാശിച്ചു. ഒരാൾക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ CV സുരേഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനമേറ്റെന്ന പരാതിയുമായി മറ്റൊരു ഡെപ്യൂട്ടി തഹസിൽദാരായ രഞ്ജിത് കുമാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. ഓഫീസിലെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്ലാർക്കും തഹസിൽദാർ രഞ്ജിത് കുമാറും തമ്മിൽ തർക്കമുണ്ടായി. ഇത് ഒത്തുതീർപ്പാക്കുന്നതിന് എത്തിയതായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് തഹസിൽദാർ. CV സുരേഷിന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് കാര്യാലയത്തിൽ യോഗം ചേർന്നു. ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനിവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ വസ്ത്രശാലയുടെ ചുമർ തുരന്ന് മോഷണം. നഗരമധ്യത്തിലെ ടോപ്പിൻ ടൗൺ എന്ന തുണിക്കടയുടെ ചുവരുകൾ തുരന്ന് മോഷ്ടാക്കൾ അകത്ത് കടന്നു. തുണിക്കടയിൽ നിന്ന് വസ്ത്രങ്ങൾ മോഷണം പോയിട്ടുണ്ട്. സമീപത്തെ ജ്വല്ലറിയിൽ തുരങ്കം നിർമ്മിച്ചുവെങ്കിലും അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. തുണിക്കടയുടെ പിൻവശത്തെ ഭിത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത്. തുടർന്ന് ജ്വല്ലറിയിലേക്കും ഇതേ രീതിയിൽ തുരങ്കം നിർമ്മിക്കാൻ ശ്രമം നടത്തി. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. അഴീക്കോട് പള്ളിപ്പറമ്പിൽ ഹാരിസിന്റെ മകൻ സിജാസ്, പണിക്കശ്ശേരി അനീഷിന്റെ മകൻ അനൽ കൃഷ്ണ എന്നിവരെയാണ് ആക്രമിച്ചത്. അഴീക്കോട് കപ്പൽ ബസാറിൽ ഇന്ന് പുലർച്ചെ 1:30ഓടെയായിരുന്നു സംഭവം. അഴീക്കോട് മുനിക്കൽ ബീച്ചിലെ സമ്മർ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങും വഴിയാണ് ഇവർ ആക്രമിക്കപ്പെട്ടത്. ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ ഇരുവർക്കും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോതിരക്കണ്ണി പീലാർമൊഴിയിൽ കാറിലെത്തിയ അച്ഛനും മകളും 1.5 മണിക്കൂർ നേരം കാട്ടാനകളുടെ മുന്നിലകപ്പെട്ടു. പീലാർമൊഴിയിലെ കല്ലുമട സ്വദേശി തിലകനും മകളും പോണ്ടിച്ചേരിയിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ പുലർച്ചെയായിരുന്നു സംഭവം. മെയിൻ കനാൽ റോഡിലെ തിരിവ് തിരിഞ്ഞെത്തിയ ഇവർ ആനകളുടെ തൊട്ടടുത്താണ് കാർ നിർത്തിയത്. ആദ്യം കാറിനടുത്തേക്ക് തിരിഞ്ഞ കൊമ്പനാന 1/2 മണിക്കൂറോളം അവിടെ തന്നെ നിലയുറപ്പിച്ചു. തൊട്ടുപിന്നാലെയായി 5 ആനകളും ഉണ്ടായിരുന്നു. പിന്നീട് തിലകൻ സാവകാശം കാർ പിന്നിലേക്കെടുത്ത് ദൂരെയുള്ള വീടിനടുത്തെത്തുകയായിരുന്നു. ഇവിടെ വെച്ച് ഫോൺ ചെയ്ത് പ്രദേശത്തെ യുവാക്കളെ വിളിച്ചു വരുത്തി. കനാലിന്റെ മറുകരയിലൂടെ എത്തിയ പ്രദേശവാസികൾ
പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയുമാണ് ആനകളെ തുരത്തിയത്. ഇതിനിടെ കനാൽ ബണ്ടിൽ നിന്നിരുന്ന വാഴകളും മറ്റും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. അതേസമയം ആനയുടെ മുന്നിൽ കുടുങ്ങിയ മകൾ ഭയന്ന് വിറച്ചുവെന്നും സംഭവം കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിച്ചുവെന്നും ആരും എത്തിയില്ലെന്നും തിലകൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാറും കൊണ്ട് പോരും വഴിക്കാറുന്ന ഇന്ന് വെളുപ്പിന് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങൾ പെട്ടെന്ന് ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ട് ആന 3-4 ആന ഉണ്ടായിരുന്നു. ആന വട്ടം നിൽക്കാറുന്ന കൊമ്പൻ, ബാക്കിയുള്ള ആനകൾ അതിൻ്റെ പുറകിലാണ് നിൽക്കാറുന്നത്. പക്ഷേ ഞങ്ങൾ 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടും ആന പോവേ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ വന്ന് ഗുണ്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ അത് നീങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചു, മെമ്പറെ ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫോറസ്റ്റുകാരൊന്നും വന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഇതിലെ ഒറ്റപ്പെട്ട് വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. വരന്തരപ്പള്ളിയിൽ ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലാപം. LDF കൺവെൻഷനിൽ നിന്ന് CPI വിട്ടുനിന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള കൺവെൻഷൻ ബഹിഷ്കരിച്ച CPI വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റി വരന്തരപ്പള്ളിയിൽ കൺവെൻഷൻ നടത്തുകയായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ധാരണപ്രകാരമുള്ള ഉറപ്പ് CPM പാലിച്ചില്ലെന്നാണ് CPIയുടെ ആരോപണം. നേരത്തെയുള്ള ധാരണപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPMനും വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസിനുമായിരുന്നു. 3 വർഷത്തിനു ശേഷം CPIക്ക് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാപനങ്ങൾക്ക് CPMന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ CPMിലെ അജിത സുധാകരൻ മാറി CPIയിലെ കലാപ്രിയ സുരേഷ് പ്രസിഡന്റും CPIയിലെ MB ജലാലിന് പകരം CPMിലെ ജിജി അശോകൻ വൈസ് പ്രസിഡന്റുമായിട്ടും കേരള കോൺഗ്രസിലെ റോസ്ലി തോമസ് സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടില്ല. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത് സംബന്ധിച്ച് CPI നേതൃത്വം വരന്തരപ്പള്ളി LDF കൺവീനർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടാകാതായതോടെ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് CPI തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു കൺവെൻഷൻ ബഹിഷ്കരണം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തയ്യാറാക്കുന്ന പാചകപ്പുര വെഞ്ചരിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു. തുടർന്ന് പ്രധാന അടുപ്പിലേക്ക് അഗ്നി പകർന്നു. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, അരിവെപ്പ് കൺവീനർ KD ജോസ്, കറിവെപ്പ് കൺവീനർ BR ജോൺ, കലവറ കൺവീനർ ആൽബർട്ട് തരകൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പാവറട്ടി സ്വദേശി സമുദായ മട്ടത്തിൽ വിജയനാണ് ഇത്തവണയും രുചിവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് നേർച്ച ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി വരെ ഉണ്ടാകും. CITU തൊഴിലാളിയായിരുന്ന കാളത്തോട് നാച്ചു എന്ന ഷമീറിനെ വെട്ടിക്കൊന്ന കേസിൽ ബുധനാഴ്ച വിധി പറയും. തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി TK ബിനിമോൾ ആണ് വിധി പറയുക. 2021 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 6 കാളത്തോട് നിവാസികൾക്കെതിരെയുള്ള കേസിലാണ് സാക്ഷികൾക്ക് നിരവധി തവണ ഭീഷണിയുണ്ടായ കേസ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സ്പെഷ്യൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് വിചാരണ പൂർത്തിയാക്കിയത്. കാളത്തോട് നിവാസികളായ ഷാജഹാൻ, ഷബീർ, അമൽ സാലിഹ്, ഷിഹാസ്, നവാസ്, ഷംസുദ്ദീൻ എന്നിവരാണ് പ്രതികൾ. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. ജില്ലാ കോടതി സമുച്ചയത്തിനും ഹൌസിംഗ് കോളനികൾക്കും സർക്കാർ ക്വാർട്ടേഴ്സുകൾക്ക് സമീപം നിയമവിരുദ്ധമായി ആരംഭിച്ച കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്ന് അയ്യന്തോൾ അശോക് നഗർ റെസിഡൻസ് അസോസിയേഷൻ, കൽഹാറ അപ്പാർട്ട്മെന്റ്സ് റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. അശോക് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘുനാഥ് കഴുങ്കിൽ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി മുൻ സംസ്ഥാന സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി M പീതാംബരൻ, കൽഹാര അപ്പാർട്ട്മെന്റ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയന്തി കമൽ, സെക്രട്ടറി TIK മൊയ്തു, അശോക് നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീദേവി തിരുനിലം തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് രഘുനാഥ് കഴുങ്കിൽ ജനറൽ കൺവീനറായും ജെയിംസ് മുട്ടിക്കൽ, ശ്രീദേവി തിരുനിലം, ജയന്തി കമൽ, TIK മൊയ്തു, അഷ്റഫ്, സാലി എന്നിവർ കൺവീനർമാരായും ജനകീയ സമരസമിതിയെ യോഗം തെരഞ്ഞെടുത്തു. ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.
co-sponsored by ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അണിയറയിൽ സ്പെഷ്യൽ കുടകളുടെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ കുട തയ്യാറാക്കുന്നവർ. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന വർണ്ണാഭമായ കുടമാറ്റത്തിൽ ഓരോ വർഷവും നിർമ്മിക്കുന്ന പുതുമയാർന്ന സെറ്റ് കുടകൾക്ക് പുറമെ ഇരുവിഭാഗവും ആവനാഴിയിൽ ഒളിപ്പിച്ചുവെച്ച ധാരാളം സ്പെഷ്യൽ കുടകളും കുടമാറ്റ നേരത്ത് ഉയർത്താറുണ്ട്. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കുടകൾ ധാരാളമായി നിർമ്മിക്കുന്നത് കിഴക്കുംപാട്ടുകര കേന്ദ്രീകരിച്ചാണ്. പാറമേക്കാവിനു വേണ്ടി ഇത്തവണയും സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കുന്നവരിൽ ഒരാൾ ശ്രീജിത്ത് വാഗയിലും സംഘവുമാണ്. ഇത്തവണത്തെ സ്പെഷ്യൽ മയിലിന്റെ പുറത്ത് കയറി വരുന്ന മുരുക ഭഗവാന്റെ കുടയാണ്. മുൻ വർഷങ്ങളിൽ കൃഷ്ണൻ, സരസ്വതി, തിരുപ്പതി ഭഗവാന്റെ കിരീടം തുടങ്ങിയവയും ഇവർ ചെയ്തിരുന്നു. 1 മാസമെടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ശ്രീജിത്ത് പറയുന്നു. മുരുകഭഗവാന്റെ ഒരു രൂപമാണ്. നമ്മളത് വളരെ എന്താ പറയുക, സന്തോഷപൂർവ്വം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ലൈവിൽ കാണാം. മുരുകഭഗവാൻ ഉള്ള വാഹനമായ മയിലിന്റെ പുറത്ത് ഇരിക്കുന്ന ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശാൽ പെരുവള്ളത്ത്, വിഷ്ണു ഷൈൻ, ശരത്ത് തുടങ്ങി നിരവധി പേരുടെ അധ്വാനമാണ് കുട നിർമ്മാണത്തിന് പിന്നിൽ. അതുപോലെ തിരുവമ്പാടിക്ക് വേണ്ടി കഴിഞ്ഞ 20 വർഷമായി സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കുന്നത് കിഴക്കുംപാട്ടുകര സമുന്നയ ക്ലബ്ബാണ്. ഇത്തവണ ഇവർ ഗണപതി, തിരുവഞ്ചൂർ മുരുകൻ, മഹാവിഷ്ണു എന്നിങ്ങനെ 42 കുടകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആർട്ടിസ്റ്റ് ജിതേഷ് ജിത്തുവാണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ. ഓരോ വർഷവും വ്യത്യസ്തമായ രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് നടത്തുന്നതെന്നും 1 മാസം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചതെന്നും ക്ലബ് അംഗമായ CK പ്രദീപ് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മെസ്സിനൊക്കെ ഇറക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഈ പ്രാവശ്യം വെറൈറ്റികളുണ്ട്, അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുക. ബാക്കിയുള്ളത് ഇപ്പോൾ ഗണപതി, അതുപോലെ തന്നെ തിരുത്തഞ്ചൂർ മുരുകൻ, പിന്നെ മഹാവിഷ്ണു, അങ്ങനെ 3 സെറ്റ് കൊടയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇറക്കുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ ആറ്റശ്ശേരി, സെക്രട്ടറി EB സുരേഷ്, കണ്ണൻ ആക്കശ്ശേരി, CK പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട നിർമ്മാണം. ഇവയ്ക്കെല്ലാം പുറമെ മറ്റ് നിരവധി സ്പെഷ്യൽ കുടകളും തിരശ്ശീലയ്ക്ക് പിറകിലുണ്ട്. കുടമാറ്റ സമയത്ത് മാത്രമേ ആ രഹസ്യ കുടകൾ പുറത്തെടുക്കുകയുള്ളൂ. ഇത്തരം സ്പെഷ്യൽ കുടകൾ കാണാൻ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമികളും. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടമാറ്റത്തിന് ശോഭ കൂട്ടാൻ ഇത്തവണയും അരിമ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ കുടകൾ ഒരുങ്ങി. സ്വർണ്ണവർണ്ണത്തിലുള്ള 100 കണക്കിന് ചെറുപൂക്കൾ പതിപ്പിച്ച ഈ സ്പെഷ്യൽ കുടകൾ കുടമാറ്റത്തിൽ ആവേശക്കാഴ്ചയാകും. അരിമ്പൂർ ഉദയനഗർ സ്വദേശി ചേനാട്ട് സോഹന് പാറമേക്കാവ് വിഭാഗത്തിനായി സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കാൻ അവസരം ലഭിക്കുന്നത് 9 വർഷം മുൻപാണ്. അന്നു മുതൽ ഈ വർഷം വരെ പതിവ് മുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യത്യസ്തമായിട്ടാണ് മയിൽപ്പീലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും സൂക്ഷ്മതയോടും അത്രയും ടൈമും കാര്യങ്ങളും എടുത്തിട്ടാണ് ഞങ്ങളത് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഇത്രയും വലിയൊരു പൂരത്തിന്റെ, തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യം. ഇത് 9ാമത്തെ വർഷമാണ്. ഇനിയും അടുത്ത വർഷവും ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ കുടകളിൽ നിന്ന് വ്യത്യസ്തമായ സ്പെഷ്യൽ കുടകൾക്ക് യഥാർത്ഥ കുടയുടെ ആകൃതി ഉണ്ടാകില്ല. വാൽക്കണ്ണാടി, നെറ്റിപ്പട്ടം, കോലം, ആലവട്ടം തുടങ്ങിയ രൂപത്തിലുള്ള സ്പെഷ്യൽ കുടകളാണ് സോഹൻ ഇതുവരെ നിർമ്മിച്ചു നൽകിയത്. ഗോളക, നാഗപടം, കുമിളകൾ, ചൂരൽപ്പൊളി, ശൂലം, ചന്ദ്രക്കല എന്നിവ കൃത്യമായി കലാപരമായി ഓരോ കുടകളിലും ചേർത്തായിരുന്നു നിർമ്മാണം. എന്നാൽ ഇത്തവണ വെൽവെറ്റ്, മയിൽപ്പീലികൾ, ഫൈബറിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പോളകൾ, പൂക്കൾ, അക്രിലിക്കിൽ തീർത്ത നീല, പച്ച നിറങ്ങളിലുള്ള കല്ലുകൾ എന്നിവയായിരുന്നു പ്രധാന നിർമ്മാണ സാമഗ്രികൾ. കുട നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഭൂരിഭാഗവും സോഹൻ സ്വന്തമായി നിർമ്മിക്കുന്നവയാണ്. 4 പേർ ചേർന്ന് 15 ദിവസത്തെ അധ്വാനമുണ്ട് കുട നിർമ്മാണത്തിന്. 14 കുടകളടങ്ങിയ ഒരു സെറ്റ് സ്പെഷ്യൽ കുടകളാണ് സോഹൻ തയ്യാറാക്കുന്നത്. സോഹന്റെ മനസ്സിൽ തെളിയുന്ന ഡിസൈനുകളാണ് കുടകൾക്ക് നൽകുന്നത്. പൂരക്കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് കുടകളിൽ ഉപയോഗിക്കുന്നത്. മക്കളായ ധനുർദേവും ധനുശ്രീയും കുട നിർമ്മാണത്തിന് സഹായവുമായി സോഹന്റെ ഒപ്പമുണ്ട്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തിന്റെ പ്രൗഢി വിളിച്ചോതി മാനമുട്ടെ നഗരഹൃദയത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പൂരപ്പന്തലുകൾ ദീപാലംകൃതമായി.
പൂരാവേശത്തിന് മാറ്റുകൂട്ടുന്ന പൂരപ്പന്തലുകളാണ് സ്വരാജ് റൗണ്ടിൽ മണികണ്ഠനാലിലും നടുവിലാലിലും നായ്ക്കനാലിലുമായി ഉയർന്നിരിക്കുന്നത്. വർണ്ണപ്പൊലിമയോടെ പന്തലുകൾ ദീപാലങ്കൃതമായി. ഇരുവിഭാഗവും ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രാവീണ്യമുള്ളവരെയാണ് നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗത്തിനായി ഇത്തവണയും മണികണ്ഠനാലിൽ പന്തലൊരുക്കിയിരിക്കുന്നത് എടപ്പാൾ സ്വദേശി നാദം ബൈജുവാണ്. 19 വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 5 വർഷം തൃശൂർ പൂരത്തിന് പന്തലൊരുക്കിയിട്ടുണ്ട്. 24 തൊഴിലാളികൾ രാവും പകലും അധ്വാനിച്ചാണ് പന്തൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 108 അടി ഉയരമുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ഉള്ളിലൊരു മോഡലും പുറമെ വേറൊരു മോഡലുമായുള്ള വേറിട്ട പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും പഴയ കാലത്തേതുപോലെ പിക്സൽ ലൈറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും നാദം ബൈജു പറഞ്ഞു. സൈഡിൽ കൂടെ ഒരു കട്ടിംഗ് പന്തലും അതിൻ്റെ ഉള്ളിൽ ഒരു 8 പട്ടം പന്തലും കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പന്തലിൻ്റെ ഉൾവശത്ത് കൂടെ ഒരു 8 പട്ടം പന്തൽ പോകും, പുറത്ത് ഒരു കട്ടിംഗ് പന്തലും വരും. പിക്സലിൽ RGB ബൾബ് ഉപയോഗിച്ചായിട്ട് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടി അതിൽ ഞങ്ങൾ കൂടുതൽ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഡിസൈൻ വർക്കുകളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയുള്ളത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറുതുരുത്തി സ്വദേശി മാളിയേക്കൽ സെയ്തലവിയുടെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ 16 വർഷമായി ഇദ്ദേഹമാണ് തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ഒരുക്കി വരുന്നത്. 45ഓളം തൊഴിലാളികളാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ. 100 അടിക്ക് മുകളിൽ ഉയരമുള്ള ക്ഷേത്ര മാതൃകയിലുള്ള പന്തലാണ് നടുവിലാലിൽ ഉയർന്നിരിക്കുന്നത്. മകൻ ഹൈദരാലിയാണ് പന്തലിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പന്തലുകളുടെ ഡിസൈൻ ചെയ്തു വരുന്നത് ഇപ്പോൾ ആർക്കിടെക്ട് കൂടിയായ ഹൈദരാലി തന്നെയാണ്. മറ്റൊരു മകൻ മുഹമ്മദ് അനസും ഇവരോടൊപ്പമുണ്ട്. ക്ലാസിക് ഗോപാലകൃഷ്ണനാണ് വെളിച്ച സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ പൂരത്തിന് പന്തൽ ഒരുക്കുകയെന്നത് ആവേശമാണെന്നും ഓരോ വർഷവും വ്യത്യസ്ത മോഡലുകളിലാണ് പന്തൽ ഒരുക്കുന്നതെന്നും സെയ്തലവിയും മകൻ ഹൈദരാലിയും പറയുന്നു. ഓരോ വർഷത്തിലും വ്യത്യസ്ത മോഡലിലാണ് പന്തലുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ചെയ്ത് ഈ പ്രാവശ്യം ചെയ്യില്ല. ഈ കൊല്ലം വേറൊരു ഗോപുരം റൗണ്ട് ഗോപുരം മോഡലാണ് പന്തൽ ചെയ്തിരിക്കുന്നത്. 10 അമ്പലത്തിൻ്റെ 10 അമ്പലം അങ്ങനെ കൂട്ടി മുകളിൽ 10 അമ്പലം വെച്ചുള്ള ഒരു പന്തലാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് 13ാം വയസ്സിലാണ് ഇവിടെ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞത്. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം പഠനം പൂർത്തിയാക്കി ആർക്കിടെക്റ്റായി. ഇപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ടെക്നിക്കാലിറ്റിയും കൂടി ചെയ്തിട്ടാണ് നമ്മൾ പന്തൽ ഇപ്പോൾ നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ കാര്യങ്ങൾ എല്ലാ രീതിയിലും അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നായ്ക്കനാലിൽ തിരുവമ്പാടി വിഭാഗത്തിനായി പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറൂർ സ്വദേശി പള്ളത്ത് മണികണ്ഠനാണ്. 25 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 6 വർഷത്തോളം തിരുവമ്പാടിക്കും 2 വർഷം പാറമേക്കാവിനു വേണ്ടിയും പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. 90 അടി ഉയരത്തിലാണ് ക്ഷേത്ര മാതൃകയിലുള്ള പന്തൽ ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാണത്തിന് 24ഓളം പേരാണ് മണികണ്ഠന്റെ സഹായികളായി രാവും പകലും പ്രവർത്തിച്ചത്. സജീവ് ആറാട്ടുപുഴയാണ് ഇത്തവണയും വെളിച്ച സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം ബൾബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരു ദേവസ്വങ്ങളുടെയും പന്തലുകൾക്ക് മുൻ വർഷത്തേക്കാൾ വീതിയും ഉയരവും ഉണ്ടെന്ന് മണികണ്ഠൻ പറയുന്നു. പന്തൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തോണ്ടാണ് ഇത്ര വലിയ പന്തൽ ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മോഡൽ ഇത്തിരി ഒന്നുകൂടിയും വ്യത്യസ്തമായി ഹൈറ്റും വീതിയൊക്കെ ഒന്നുകൂടി കൂട്ടിയുണ്ട് പന്തലിന്. വേറെ പുതുമകളായിട്ടുള്ള പന്തലിന് നമ്മൾ ചെയ്യണത് ഇപ്രാവശ്യം. നായ്ക്കനാല് പന്തൽ ഇപ്രാവശ്യം ഫുള്ള് പിക്സലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പിക്സൽ തന്നെയാണ്. കുറച്ചും കൂടി എന്താ പറയുക, പിക്സലിൻ്റെ പ്രോഗ്രാമിങ് കുറച്ചും കൂടിയും ഡിസൈനുകൾ വെറൈറ്റികളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്രാവശ്യം. TCV ന്യൂസ് തൃശൂർ. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിലെ ഗജവീരന്മാർക്ക് ചങ്സ് ആനപ്രേമി സംഘം തീറ്റപ്പുല്ല് വിതരണം ചെയ്തു. ചങ്സ് ആനപ്രേമി സംഘം സെക്രട്ടറി സുധീഷ്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ, വൈസ് പ്രസിഡന്റ് രജീഷ്, ട്രഷറർ വിനീഷ് എന്നിവർക്ക് പുറമെ ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു. ചലച്ചിത്രതാരം മോഹൻലാലിന് തൃശൂർ പൂരത്തിന്റെ ചിത്രം സമ്മാനിച്ച് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ തിരുവമ്പാടി വിഭാഗത്തിന്റെ തെക്കോട്ടിറക്കത്തിന്റെയും കുടമാറ്റത്തിന്റെയും ചിത്രമാണ് സമ്മാനിച്ചത്. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ് സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. മറ്റു വാർത്തകളിലേക്ക്.
17 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ അതിഥി തൊഴിലാളിയെ 9 വർഷം തടവിനും 31,000 രൂപ പിഴ അടയ്ക്കുവാനും ശിക്ഷിച്ചു. ബംഗാൾ സ്വദേശി ഗുലാം റഹ്മാനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ് കോടതിയിൽ ഹാജരായി. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡല ദ്വിദിന ക്യാമ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം പാർട്ടിക്കും UDF-നും ശക്തി പകരുമെന്നും ആസന്നമായ തദ്ദേശ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും UDF ഭരണം ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷനായിരുന്നു. വർക്കിംഗ് ചെയർമാൻ PC തോമസ്, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് കൊടിയേറി. കുടിയേറ്റത്തിന് ശേഷം 3 ദേശങ്ങളും ഒരുക്കിയ സാമ്പിൾ വെടിക്കെട്ട് നടന്നു. ഈ മാസം 11-നാണ് താലപ്പൊലി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള പറയെടുപ്പ് തുടങ്ങി. പൂതൻതിറ, വെള്ളാട്ട് തുടങ്ങിയവയും താലപ്പൊലിയുടെ വരവ് വിളിച്ചോതി വീടുകളിൽ കളിച്ചു മടങ്ങും. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ GK പള്ളത്ത് സ്മൃതി സംഘടിപ്പിച്ചു. കവി MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, മോഹൻദാസ് പള്ളത്ത്, സുരേഷ് കോമ്പാത്ത്, സതീഷ് കുമാർ വിശാഖപട്ടണം, മാധവിക്കുട്ടി, CV ജോസ്, പ്രമീള ഗോപാലകൃഷ്ണൻ, ശരത് കുമാർ, M രഘുനന്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ MLA-യും ചെത്തുതൊഴിലാളി യൂണിയൻ നേതാവുമായ US ശശിയുടെ 3ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. മാള ചാലക്കുടി റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. KM ലെനിൻ അധ്യക്ഷനായി. US ശശിയുടെ സ്മരണയ്ക്കായി കുടുംബവും യൂണിയനും ഏർപ്പെടുത്തിയ പുരസ്കാരം PK മാധവന് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സമ്മാനിച്ചു. AV ഉണ്ണികൃഷ്ണൻ, AP വിദ്യാധരൻ, MV അനിലൻ, US ശരത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,775 രൂപ, പവന് 70,200 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,298 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന് വിളംബരം കുറിച്ച് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നു. മുൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുര നട തുറന്നത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നാളെ 36 മണിക്കൂർ നീളുന്ന മതിവര കാഴ്ചകൾക്കായി പൂരനഗരി ഒരുങ്ങി. പൂരനഗരിയിൽ കരിവീരന്മാർ അണിനിരന്നു. ആനക്കുളിയും ആനകളുടെ കുസൃതികളും കണ്ട് മനം കവർന്ന് ആനപ്രേമികൾ. പൂരച്ചമയം കാണാൻ വൻ തിരക്ക്. തൃശൂർ പൂരത്തിന് ഇത്തവണ വിപുലമായ സുരക്ഷാ സന്നാഹം. 350ഓളം CCTV ക്യാമറകൾ പൂരനഗരിയിലും പരിസര പ്രദേശങ്ങളിലുമായി സ്ഥാപിച്ചു. സുരക്ഷിതമായ ദൂരപരിധി പാലിച്ചുകൊണ്ട് വെടിക്കെട്ട് വീക്ഷിക്കുന്നതിന് കൂടുതൽ സൗകര്യം. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘട്ടനത്തിൽ കലാശിച്ചു. ഒരാൾക്ക് മർദ്ദനമേറ്റു. വകുപ്പ് തല അന്വേഷണം തുടങ്ങി. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ വസ്ത്രശാലയുടെ ചുമർ തുരന്ന് മോഷണം. സമീപത്തെ ജ്വല്ലറിയുടെ ചുമർ തുരന്ന നിലയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.